എല്ലാവർക്കും നമസ്കാരം. രാമായണം 19-ാം ദിവസത്തിലേക്ക്. ഘോരമായ യുദ്ധം നേരിൽ കാണാനായി ദേവന്മാർ, ഗന്ധർവന്മാർ, മഹർഷിമാർ മുതലായവരൊക്കെ ആകാശമാർഗത്തിൽ നിറഞ്ഞു. ഇന്ദ്രജിത്തും അംഗദനുമായി ഉഗ്രമായ പോരാട്ടം തന്നെ നടന്നു. മാരുതി ജംബുമാലി എന്ന രാക്ഷസനെ കൊന്ന് അലറി വിളിച്ചു. നീലൻ നികുംബനോടും ലക്ഷ്മണൻ വിരൂപാക്ഷനോടും യുദ്ധം ചെയ്തു. രഘുനാഥൻ 10 രാക്ഷസന്മാരോട് ഒരേ സമയം പൊരുതി അവരെ കാലപുരിയിലേക്ക് അയച്ചു. വാനരന്മാർക്ക് ജയം എന്ന് കണ്ട് ഇന്ദ്രജിത്ത് ഉടനെ നാഗാസ്ത്രം പ്രയോഗിച്ചു. വാനരന്മാരും രാമലക്ഷ്മണന്മാരും നാഗാസ്ത്രമേറ്റ് മോഹാലസ്യം കൊണ്ട് പടക്കളത്തിൽ വീണു. ഇന്ദ്രജിത്ത് ജയഭേരിയോടെ രാജധാനിയിലേക്ക് മടങ്ങി. വിഭീഷണൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷണ്ണനായി. സപ്തദ്വീപുകളെയും സപ്തസാഗരങ്ങളെയും സപ്തപർവ്വതങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് നാഗാരിയായ ഗരുഡൻ അവിടെ പറന്നെത്തി. ഒരു സ്വർണ്ണമല പോലെ പ്രഭാമയനായ സുപർണൻ രാമപാദം വണങ്ങി എല്ലാവരെയും ആ ക്ഷണം തന്നെ നാഗപാശത്തിൽ നിന്നും മോചിപ്പിച്ചു. പൂർവാധികം ബലവീര്യങ്ങളോടുകൂടി എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. വീണ്ടും അതിഘോരമായ പോരു തുടങ്ങി. ഗരുഡൻ വിടവാങ്ങി. ധൂമ്രാക്ഷൻ വൻ പടയോടുകൂടി പോർക്കളത്തിലെത്തി. യുദ്ധം കൂടുതൽ ദാരുണമായി. കല്ലും മരവും മലകളും വാനരന്മാർ ആയുധങ്ങളാക്കി. മാരുതിയും ധൂമ്രാക്ഷനും തമ്മിൽ ഏറ്റുമുട്ടി. ഹനുമാൻ ആ രാക്ഷസനായകനെ വധിച്ചു. രാവണൻ്റെ നിർദ്ദേശപ്രകാരം യുദ്ധത്തിനെത്തിയ അകമ്പനെയും ഹനുമാൻ നിഗ്രഹിച്ചു. തുടർന്ന് രംഗത്തെത്തിയത് പ്രഹസ്തൻ എന്ന വീരനായിരുന്നു. മഹാരഥനായ പ്രഹസ്തൻ ലങ്കാസേനയുടെ 4-1 നാഥനായിരുന്നു. നീലനോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത പ്രഹസ്തനും മരിച്ചു വീണു. തൻ്റെ പ്രിയപ്പെട്ട സേനാപതി മരിച്ചതറിഞ്ഞ് രാവണൻ കോപാന്ധനായി. ഇനി ഞാൻ തന്നെ പോരിനിറങ്ങുന്നു, രാവണൻ പ്രഖ്യാപിച്ചു. പൊന്മയമായ തേരിൽ കയറി ആഘോഷപൂർവ്വം ലങ്കേശ്വരൻ പോർക്കളത്തിലെത്തി. വിക്രമികളായ രാക്ഷസന്മാരെ കണ്ട് രാമൻ മന്ദസ്മിതം തൂകി. മുന്നിൽ കാണായ നിശാചര വീരന്മാരെ പലരെയും പേരെടുത്ത് പറഞ്ഞ് വിഭീഷണൻ പരിചയപ്പെടുത്തി. അനവധി വാനരന്മാരെ രാവണൻ കൊന്നു വീഴ്ത്തി. ജാനകിയെ മോഷ്ടിച്ച രാവണനെ നേരിൽ കണ്ട ഹനുമാന് രോഷമടക്കാനായില്ല. രക്ഷോവരൻ്റെ തേരിൽ ചാടിക്കയറി. നിന്റെ മകനായ കുമാരനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് രാവണനെ ഹനുമാൻ കഠിനമായി പ്രഹരിച്ചു. ആദ്യം ഒന്ന് വിറച്ചു നിന്നു. പിന്നെ ദശമുഖൻ വായുസുതനെ തിരിച്ചടിച്ചു. ഹനുമാൻ ബോധം കെട്ട് വീണു. അപ്പോഴേക്കും നീലനും ലക്ഷ്മണനും രംഗത്തെത്തി. രാവണൻ്റെ ശൂലമേറ്റ് ലക്ഷ്മണൻ ബോധരഹിതനായി വീണു. ലക്ഷ്മണനെ ചെന്നടുക്കാനായി രാവണൻ ശ്രമിച്ചു. കൈലാസപർവ്വതത്തുമെടുത്ത് അമ്മാനമാടിയ ലങ്കേശ്വരന് ലക്ഷ്മണൻ്റെ ശരീരം ഒന്ന് ഇളക്കാൻ പോലും ആയില്ല. മാരുതി ഓടിയെത്തി ദശമുഖനെ പ്രഹരിച്ചു. അദ്ദേഹം ചോര ഛർദ്ദിച്ച് തേരിൽ വീണു. മാരുതി ക്ഷണത്തിൽ ലക്ഷ്മണകുമാരനെ പുഷ്പം പോലെ പൊക്കിയെടുത്ത് ശ്രീരാമൻ്റെ മുന്നിൽ വെച്ച് തൊഴുതു നിന്നു. പിന്നെ രാമൻ കാത്തു നിന്നില്ല. ദശാസനോട് നേരിട്ട് യുദ്ധം തുടങ്ങി. അവിടുന്ന് ഹനുമാന്റെ തോളിൽ കയറിയിരുന്ന് രാവണനോട് വിളിച്ചു പറഞ്ഞു, നിന്നെയും നിന്റെ കൂടെ വന്നവരെയും കൊന്ന് ഞാൻ 3 ലോകങ്ങളെയും പാലിക്കുന്നതാണ്. തുടർന്ന് 2 പേരും തമ്മിൽ അതിഘോരമായ സംഘട്ടനം നടന്നു. രാമൻ്റെ ശരം നെഞ്ചിൽ തറച്ച് രാവണന് ശക്തിക്ഷയം സംഭവിച്ചു. തേരും കുടയും കൊടിയും കിരീടങ്ങളും ഒക്കെ രാമനെ എയ്തു വീഴ്ത്തി. സാരഥിയെയും കൊന്നു. രാവണൻ്റെ തളർച്ച കണ്ട് രാമൻ കനിവോടെ പറഞ്ഞു, ഇന്നിനി യുദ്ധം ചെയ്യണ്ട, പോയി വിശ്രമിക്കൂ. നാളെ വീണ്ടും യുദ്ധത്തിന് തയ്യാറായി വരിക. വ്യസനത്തോടെ ലജ്ജയോടെ രാവണൻ രാജധാനിയിലേക്ക് തിരിച്ചു നടന്നു. രാക്ഷസേശ്വരൻ ഹതാശനായി തൻ്റെ മന്ത്രിമാരുടെ മുന്നിൽ നിന്ന് വിലാപം തുടങ്ങി. നമ്മുടെ വീര്യവും ബലവും സുഹൃതവും അതിവേഗം ക്ഷയിക്കുകയാണ്. കഷ്ടകാലം വന്നു എന്ന് തീർച്ച. കാലാകാലങ്ങളായി പലരിൽ നിന്നും ഏറ്റുവാങ്ങിയ ശാപവശസ്സുകൾ സത്യമായി വരികയാണ്. എന്തായാലും നിങ്ങൾ കുംഭകർണനെ ഉണർത്തിക്കൊണ്ടുവരിക. 6 മാസമാണ് കുംഭകർണൻ്റെ ഉറക്കം. ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം 9 ആയിട്ടുള്ളൂ. വളരെ പ്രയാസപ്പെട്ടാണ് ഭൃത്യർ അദ്ദേഹത്തെ ഉണർത്തിയത്. 1000 കുടം വെള്ളം തലയിലൊഴിച്ചു. കൊമ്പനാനകളെ കൊണ്ട് മൂക്കിൽ രോമം പിടിച്ചു വലിപ്പിച്ചു. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കഴിക്കാനായി 1000 കുടം മദ്യവും 1000 കുടം രക്തവും ഒരു കുന്നോളം ചോറും മാംസവും എല്ലാം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. തന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്താനുള്ള കാരണം മനസ്സിലായപ്പോൾ വൈരികളെ കൊല ചെയ്ത് സങ്കടം തീർക്കാനായി അപ്പോൾ തന്നെ പുറപ്പെട്ടു. രാവണൻ അനുജനെ ആലിംഗനം ചെയ്ത് കൂടെയിരുത്തി യുദ്ധവർത്തമാനങ്ങളെല്ലാം വിശദമായി ധരിപ്പിച്ചു. മാനവന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിച്ചു കൊള്ളണേ. രാവണൻ അനുജനോട് കേണു പറഞ്ഞു. എന്നാൽ കുംഭകർണൻ ജ്യേഷ്ഠനെ ശാസിക്കാനും ഉപദേശിക്കാനുമാണ് മുതിർന്നത്. നല്ലത് പറഞ്ഞു തരുന്നവരുടെ വാക്കുകൾ കേട്ട് നടക്കുന്നവർക്കേ നല്ലതുണ്ടാകൂ, അല്ലാത്തവർക്ക് തിന്മയെ ഭവിക്കൂ. സീതയെ രാമന് തിരിച്ചു നൽകൂ എന്ന് പറഞ്ഞ വിഭീഷണനെ അവിടെ നാട്ടി ഓടിച്ചില്ലേ?
അങ്ങേക്ക് ജാനകിയിൽ ആശ ജനിച്ചത് നമ്മുടെ നാടിനും കുലത്തിനും നാശത്തിന് കാരണമായി. ഒരിക്കൽ നാരദ മഹർഷി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. രാമൻ മനുഷ്യനല്ല, പുരുഷോത്തമൻ തന്നെയാണ്. മുനിമാർ പ്രാർത്ഥിച്ചതനുസരിച്ച് രാവണപീഡയാൽ വലയുന്ന ലോകങ്ങളെ രക്ഷിക്കാനായി പിറന്നവനാണ് രാമൻ. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞ് ഉടൻ നീയും ഭജിച്ചു കൊള്ളുക ആ ആനന്ദമൂർത്തിയെ. കുംഭകർണൻ്റെ ഹിതോപദേശം കേട്ട് രാവണൻ്റെ ക്രോധം 10 മടങ്ങായി. നിന്നെ ഉണർത്തിയത് നിന്റെ സാരോപദേശം കേൾക്കാനുള്ള മോഹം കൊണ്ടല്ല. ആകുമെങ്കിൽ രാമാദികളെ ജയിച്ചു വരിക, അല്ലെങ്കിൽ വീണ്ടും നിദ്രയെ സേവിച്ചു കൊള്ളുക. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ശൂലവുമേന്തി കുംഭകർണൻ പടക്കളത്തിലെത്തി. വാനരവീരന്മാർ ഭയന്നോടി. വിഭീഷണൻ മാത്രം ഭയം കൂടാതെ ജ്യേഷ്ഠൻ്റെ കാൽക്കൽ ചെന്ന് വീണു. എന്നെ അനുഗ്രഹിച്ചാലും എന്ന് വിനീതനായി പറഞ്ഞു. വിഭീഷണൻ്റെ വാക്കുകൾ കുംഭകർണൻ്റെ ഹൃദയം കുളിർപ്പിച്ചു. മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു. രാമപാദാംബുജം സേവിച്ചുകൊണ്ട് ചിരകാലം ജീവിക്കുക, നമ്മുടെ വംശത്തെ പാലിക്കുക. കുംഭകർണൻ ക്രോധത്തോടെ മർക്കടന്മാരെ മുടിക്കാൻ തുടങ്ങി. സുഗ്രീവൻ ഒരു പർവ്വതം പറിച്ചെടുത്താണ് രാവണാനുജനെ എതിർത്തത്. പർവ്വതത്തെ മാറുകൊണ്ട് തടുത്ത് ശൂലം കൊണ്ട് സുഗ്രീവനെ കുംഭകർണൻ കുത്തി വീഴ്ത്തി. അവനെയും എടുത്തുപൊക്കി രാജധാനിയിലേക്ക് ചെന്നു. വിജയാരവങ്ങളോടെ എല്ലാവരും എതിരേറ്റു. അതിനിടയിൽ മോഹാലസ്യം വിട്ടുണർന്ന സുഗ്രീവൻ പല്ലും നഖവും ഉപയോഗിച്ച് രാക്ഷസവീരൻ്റെ മൂക്കും ചെവികളും പറിച്ചു കളഞ്ഞു. വായുവിലേക്ക് ഉയർന്ന് അതിവേഗം രക്ഷപ്പെട്ടു. രക്താഭിഷിക്തനായ കുംഭകർണൻ ക്രോധവും ഭീതിയും മാനഹാനിയും പൊറുക്കാനാകാതെ അലറിക്കൊണ്ട് വീണ്ടും പടക്കളത്തിലെത്തി. പൊരിഞ്ഞ പോരിനു ശേഷം സാക്ഷാൽ രാമൻ തന്നെ ഇന്ദ്രാസ്ത്രത്താൽ കുംഭകർണനെ വധിച്ചു. ഇനി രാവണൻ മാത്രമാണ് ബാക്കി. ഇന്ദ്രജിത്തുണ്ട്. അവരുടെ യുദ്ധവിവരങ്ങൾ പിന്നീട്.